ഭയം, നിരാശ, ദുഃഖം ഇവയെല്ലാം പലപ്പോഴായി നമ്മെ നിഴൽ പോലെ പിന്തുടരുന്ന നാളുകളിൽ നമുക്ക് ഏറ്റവും ആശ്വാസവും ബലവും നൽകുന്നതാണ് സർവശക്തനായ ദൈവത്തിൻ്റെ നിഴൽ നൽകുന്ന തണൽ. യൗവനത്തിലെ വിധവയാകേണ്ടി വന്ന രൂത്ത് തൻ്റെ വേദനയുടെയും നിരാശയുടെയും നാളുകളിൽ ആശ്രയിച്ചത് ആശയറ്റവർക്ക് അഭയവും ആശ്വാസവും നൽകുന്ന ഈ നല്ല ദൈവത്തിൽ ആയിരുന്നു. നാം തകർന്നും തളർന്നും പോകും വിധം മറ്റുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും നമുക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ കൊടുങ്കാറ്റിൽ അഭയവും കൊടുംവെയിലിൽ തണലുമെന്ന പോലെ തന്നിൽ ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കുന്ന ഈ ദൈവത്തെ നമുക്കും ആശ്രയിക്കാം. സകല വഴിയും അടഞ്ഞ രൂത്തിൻ്റെ ജീവിതം ബോവസ് എന്ന വീണ്ടെടുപ്പുകാരൻ്റെ തണലിൽ സുരക്ഷിതമായെങ്കിൽ യേശുക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരൻ മുഖാന്തരം സർവശക്തനായവൻ തന്നിൽ ആശ്രയിക്കുന്ന നമ്മെയും തൻ്റെ തണലിൽ പരിപാലിക്കുമാറാകട്ടെ.